നമ്മളുടെ മുൻജന്മത്തിലെ കർമ്മം നമ്മൾ ഈ ജന്മത്തിലും അനുഭവിക്കും. നമ്മുടെ മുജ്ജന്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, നമ്മളുടെ പൂർവികരാണ്, നമ്മളുടെ പൂർവ്വജന്മമാണ്, നമ്മളുടെ അച്ഛനും അമ്മയുമാണ്. അവർ ഈ സമൂഹത്തോട് ഈ നാടിനോട് നന്മയല്ല ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ വെറുതെ റോഡിൽ കൂടി പോയാൽ മതി, രണ്ടടി കൂടുതൽ കിട്ടും. അതല്ല അവർ നന്മയാണ് ചെയ്തിരിക്കുന്നതെങ്കിലോ, നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താലും ഇന്ന ആളുടെ മകനാണ് കേട്ടോ, അതുകൊണ്ട് അദ്ദേഹം പൊയ്ക്കോട്ടെ എന്ന് പറയും. ഇതാണ് മുജ്ജന്മം നമ്മളെ ബാധിക്കുമെന്ന് പറയും. ഇതല്ലാതെ അന്ധവിശ്വാസവും പേറി എൻ്റെ അമ്മയും അച്ഛനുമല്ല എൻ്റെ പൂർവ്വജന്മം, എൻ്റെ അമ്മയും അച്ഛനും എവിടെയോ തുടുത്ത് വെളുത്ത് സുന്ദരനും സുന്ദരിയുമായിട്ട് ഇരിപ്പുണ്ട്, ഈ അച്ഛനും അമ്മയും അല്ല എൻ്റെ ശരിക്കും പൂർവ്വജന്മം എന്ന് പറഞ്ഞത്, മുജ്ജന്മം എന്ന് പറയുന്നത് ആരാണ്, വേറെ എവിടെയോ വെളുത്ത് തുടുത്ത് സുന്ദരനായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നവരോട് അവരുടെ ആ ധാരണ മാറ്റാനായിട്ട്, ആ മുജ്ജന്മ സിദ്ധാന്തത്തെ മാറ്റാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. അവരുടെ അടുത്തേക്ക് നേരെ ചെല്ലുക, എന്നിട്ട് അവരോട് പറയുക, നിങ്ങൾ മുജ്ജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ എൻ്റെ കഴിഞ്ഞ 10 മുജ്ജന്മത്തിലും എന്നെ കൊന്നത് അങ്ങയുടെ ഈ ഭാര്യയാണ്. ഈ 10 ജന്മത്തിലും എൻ്റെ ഭാര്യയായിരുന്നു ഈ സ്ത്രീ. അവരെന്നെ വളരെ ക്രൂരമായിട്ടാണ് കൊന്നത്. അതുകൊണ്ട് ഈ ജന്മം വർഷങ്ങളായിട്ട് ഞാൻ ഇവളെ തേടി അലയുകയായിരുന്നു. എൻ്റെ ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം തന്നെ എന്നെ 10 ജന്മത്തിൽ കൊന്ന ഇവളെ കൊല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഇവളെന്നെ കൊന്നത് അതുപോലെ ഞാൻ ഇവളെ കൊന്നുകളയും എന്ന് പറഞ്ഞു നോക്കിയാൽ ആ സെക്കൻഡിൽ ഇവരുടെ മുജ്ജന്മ പുനർജന്മ സിദ്ധാന്തം അവിടെ നിൽക്കൂലേ? നിൽക്കും. പാസ്റ്റ് ലൈഫ് തപ്പിയോ, അതായത് മുജ്ജന്മം തപ്പിയോ, പുനർജന്മം തപ്പിയോ, പരദേവതാ പീഠം തപ്പിയോ, അതായത് കുടുംബക്ഷേത്രം, അത് തപ്പിയോ ആരും എങ്ങും യാത്ര ചെയ്ത് വലയേണ്ടതില്ല. ഇതെല്ലാം നമുക്ക് വീടുകളിൽ തന്നെ കാണുവാൻ കഴിയും. നമ്മളുടെ മുജ്ജന്മം, നമ്മളുടെ പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൂർവികരുടെ ജന്മമാണ്. നമ്മളുടെ പൂർവ്വജന്മം ആരാണ്? നമ്മളുടെ പൂർവികരാണ്, നമ്മളുടെ അച്ഛനും അമ്മയുമാണ്. ഇതുപോലെ തന്നെയാണ് ആചാര്യന്മാരുടെയും ജ്യോത്സ്യന്മാരുടെയും കണ്ട മന്ത്രവാദികളുടെയൊക്കെ വാക്ക് കേട്ടിട്ട് പരദേവതാ പീഠം തപ്പി നടക്കുന്നത്, കുടുംബക്ഷേത്രം തപ്പി നടക്കുന്നവര്. നമ്മളുടെ വീട് തന്നെ എന്താക്കണം? നമ്മളുടെ കുടുംബം ഒരു ക്ഷേത്രം പോലെ പരിശുദ്ധിയുള്ളതാക്കണം, ശിവത്വമുള്ളതാക്കണം. അങ്ങനെ ആക്കുവാണെങ്കിലോ നമ്മളുടെ മുജ്ജന്മങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുറച്ച് നാൾ കൂടി അവർ അവിടെ സുഖമായിട്ട് ജീവിക്കും. നമ്മളുടെ പുനർജന്മങ്ങളിൽ നമ്മളെ മക്കളും ആ വീട്ടിൽ സ്വർഗീയത അനുഭവിക്കും. ഇല്ലെങ്കിലോ